നമസ്തേ കുമാർജി. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടുകൂടി ബി ജെ പിയിലേക്കുള്ള ചുവടുമാറ്റം അത് ഓരോ ദിവസവും ഞെട്ടിക്കുന്ന രീതിയിൽ പല പാർട്ടിയിൽ നിന്നും പലരായിട്ട് ഇങ്ങോട്ട് വരികയാണ് അല്ലേ. CPM നിന്നായാലും കോൺഗ്രസിൽ നിന്നായാലും വലിയ രീതിയിലാണ് കൊഴിഞ്ഞുപോക്കുണ്ടാകുന്നത്. അവരൊക്കെ വെറുതെ കൊഴിഞ്ഞു പോകുന്നതല്ല, വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോട് തന്നെയാണ് അവർ പ്രവർത്തിച്ച പാർട്ടികളിൽ നിന്ന് ഇറങ്ങുന്നത്. കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, പത്തനംതിട്ടയിൽ സോമരാജന്റെ ബൈറ്റ് നമ്മൾ കേട്ടതാണ്. കാര്യം പാർട്ടിയുടെ ആദർശവുമായി പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന് ഒരിക്കലും ഒത്തുപോകാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ കണ്ടെത്തുന്ന ഒരു സേഫ് ആയിട്ടുള്ള അവരുടെ രാഷ്ട്രീയ ജീവിതം അവർ സേഫായി കണ്ടെത്തുന്നത് പിന്നെ BJPയിലാണ്. ഇത് വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവരിലും ആവർത്തിക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ ഈ തമ്പ് കണ്ട് ഈ വാർത്ത കാണാൻ വരുന്നവർക്ക് നമ്മൾ പറയുന്നത് ഈ K. മുരളീധരൻ അദ്ദേഹം BJPയിലേക്ക് വരുമോ എന്നുള്ള രീതിയിലുള്ളതാണ് നമ്മുടെ തമ്പ് ഇല്ലേ. അതെ. അപ്പോൾ എന്താണ് നമുക്കത് അതിനെക്കുറിച്ച് പറയാനുള്ളത് കുമാർ? അദ്ദേഹം BJPയിലേക്ക് വരുമോ? ഈ പറയുന്നത് പോലെ കുറെ വൻപൻ സ്രാവുകളെയും BJP നോട്ടമിട്ടിട്ടുണ്ട്. അത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിനോട് അടുത്ത സമയത്തായിരിക്കും വലിയ ബിഗ് സർപ്രൈസുകൾ പൊട്ടിക്കുക. തീർച്ചയായും BJPയിലേക്ക് ചില മുൻനിര നേതാക്കന്മാർ എത്തിയേക്കും. അത് CPMൽ നിന്നും കോൺഗ്രസിൽ നിന്നും എത്തിയേക്കും എന്ന സൂചനയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ്. S. രാജേന്ദ്രൻ ഇടുക്കിയിൽ നിന്ന് എത്തിക്കഴിഞ്ഞു. മാത്രമല്ല റെജി ലൂക്കോസ് വന്നു. ഇങ്ങനെ ധാരാളം വ്യക്തിത്വങ്ങൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി BJPയുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന വൻ പുള്ളികൾ ആരൊക്കെയാണ് എന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇപ്പൊ നമ്മൾ സ്പെസിഫിക് ആയിട്ട് K. മുരളീധരന്റെ പേരാണല്ലോ പറയുന്നത്. എന്തുകൊണ്ടാണ് K. മുരളീധരൻ BJPയിലേക്ക് വരും എന്നുള്ളൊരു സംശയം നമ്മൾ പ്രകടിപ്പിക്കുന്നത്? അതായത് K. മുരളീധരൻ BJPയിലേക്ക് എത്തും എന്ന് പറയുന്നത് അല്ലെങ്കിൽ പലരും വിലയിരുത്തുന്നത് പത്മജ വേണുഗോപാൽ വന്നതിന് ശേഷമാണ്. പത്മജ വേണുഗോപാൽ വന്നതിന് ശേഷം പിന്നാലെ K. മുരളീധരനും BJPയിൽ എത്തും, അത് ഇന്നല്ലെങ്കിൽ നാളെ എന്ന് പലരും പറയുന്നുണ്ട്. അതിനെ സമ്മതിച്ചു കൊടുക്കണമെന്ന രീതിയിലുള്ള ചില സൂചനകളും നമുക്ക് കിട്ടുന്നുണ്ട്. തൃശ്ശൂരിൽ K. മുരളീധരന് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായ ഒരു തോൽവിയാണ് പിണഞ്ഞത്. ആ തോൽവിയിൽ അദ്ദേഹം കുറേ കാലം നിരാശനായിരുന്നു. പിന്നീട് ഒരിടത്ത് മത്സരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു? വട്ടിയൂർക്കാവിൽ മത്സരിക്കാം എന്ന രീതിയിലേക്ക് വന്നു. ഞാനിനി തിരുവനന്തപുരത്ത് എൻ്റെ പഴയ തട്ടകത്തിലേക്ക് പോവുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീട് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ്റെ ചുമതലയെടുത്ത് അദ്ദേഹം പ്രവർത്തിച്ചു. ആ സമയത്ത് അദ്ദേഹം പരിശോധിച്ചത് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ തനിക്ക് മത്സരിക്കാനുള്ള ഒരു നിലം അത് സേഫ് ആണോ എന്നായിരുന്നു, വിജയസാധ്യത. പക്ഷെ ഇപ്പോൾ ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി കേരളത്തിലെ പല മണ്ഡലങ്ങളിൽ നിന്നും K. മുരളീധരനെ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്ററുകൾ കാണുന്നുണ്ട്. അത് ആദ്യം തിരുവമ്പാടി മണ്ഡലത്തിലായിരുന്നു. തിരുവമ്പാടി മണ്ഡലം കോൺഗ്രസിൻ്റെ മണ്ഡലം പോലും അല്ല. എന്നിരിക്കൽ പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥി വേണം, ഞങ്ങൾക്ക് K. മുരളീധരനെ വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിൻ്റെ ഓഫീസ് പരിസരങ്ങളിലും മറ്റും ഇത്തരത്തിലൊരു മതേതരത്വത്തിൻ്റെ കാവലാൾ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്ററുകൾ വരുന്നു. ഇന്നിപ്പോൾ കായംകുളത്ത് അത്തരത്തിലുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതിന്മേലൊരു ക്ലാരിഫിക്കേഷൻ മാധ്യമപ്രവർത്തകർ ഇന്ന് K. മുരളീധരനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് താനിപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള മൂഡിലൊന്നുമല്ല എന്നാണ്. അത് വളരെയധികം നിരാശ അല്ലെങ്കിൽ അതൃപ്തി ഇതൊക്കെ പ്രകടമാക്കുന്ന ഒരു പ്രതികരണമാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം പാർട്ടിയിൽ അതൃപ്തനാണ് എന്നതിൻ്റെ സൂചനയാണ് വരുന്നത്. അങ്ങനെയാണ് എങ്കിൽ അദ്ദേഹം എങ്ങോട്ടാണ് എന്ന ചോദ്യം. ഒരിക്കലും അദ്ദേഹം CPIMലേക്ക് പോകില്ല എന്ന് ഉറപ്പാണ്. പക്ഷേ പിന്നീട് എങ്ങോട്ടാണ്? അത് പത്മജയുടെ വഴിയെ മുരളീധരനും BJPയിലേക്കാണോ? കാരണം BJPയുടെ 2016 തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ തുറന്നു വെച്ച നിയമം എന്ന അക്കൗണ്ട്, ആ അക്കൗണ്ട് 2021 അദ്ദേഹം പൂട്ടിച്ചത് K. മുരളീധരൻ്റെ ഇടപെടൽ കൊണ്ടാണ്. ഇപ്പം ശിവൻകുട്ടി ഞാൻ RSSനെതിരെ പോരാടുന്നു, ഇതാണെന്ന് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അവിടെ K. മുരളീധരൻ മത്സരിച്ചത് കൊണ്ടാണ് BJPക്ക് അന്ന് തോൽവി. K. മുരളീധരൻ മണ്ഡലത്തിൽ SDPIയുമായിട്ടൊരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കി. കാര്യം അന്ന് ഓപ്പോസിറ്റിൽ നിന്ന കാൻഡിഡേറ്റ്, BJPയുടെ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് കുമ്മനം രാജശേഖരനായിരുന്നു. അദ്ദേഹത്തിന് ഒരു വർഗീയ ലേബൽ ചാർത്തിക്കൊണ്ട് തന്നെ പരസ്യമായി, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിനോട് അടുത്ത സമയങ്ങളിലാണ് അത് വ്യാപകമായി. കാര്യം തത്വമയി വന്ന് കുമ്മനം രാജശേഖരൻ്റെ ഈ പബ്ലിസിറ്റി പരിപാടിയുമായി നമ്മളും ആ മണ്ഡലത്തിൽ സജീവമായിരുന്നു. അപ്പോൾ നമുക്ക് കൃത്യമായി അതിൻ്റെ ഒരു ഗ്രൗണ്ട് പൾസ് അറിയാൻ പറ്റിയിട്ടുണ്ട്. കാര്യം ആദ്യഘട്ടങ്ങളിലൊക്കെ വളരെയധികം വിജയസാധ്യത ഉണ്ടായിരുന്ന ഒരു മണ്ഡലം. BJPയും ആ ഒരു ശുഭപ്രതീക്ഷ കാത്തുവച്ചിരുന്നു. കാര്യം ഉള്ളം കയ്യിൽ ഇരുന്ന മണ്ഡലമാണ്.
മറ്റൊരു രാജേട്ടൻ ഭരിച്ച മണ്ഡലമാണ്. അപ്പോൾ അവിടെ വീണ്ടും മറ്റൊരു രാജേട്ടൻ്റെ കയ്യിൽ അത് ഭദ്രമായി ഇരിക്കും എന്നുള്ളൊരു അമിത ആത്മവിശ്വാസം BJPയും വച്ചു പുലർത്തിയിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിനോട് അടുത്ത സമയത്ത് കൃത്യമായി ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. അത് ഈ പറഞ്ഞതുപോലെ ശിക്കാരി ശംഭു കളിച്ചുകൊണ്ട് ശിവൻകുട്ടി പറയുന്നത് ശിവൻകുട്ടിയുടെ നേട്ടമാണെന്നാണ്. ശിവൻകുട്ടിക്ക് ശരിക്കും കെ മുരളീധരൻ ഉണ്ടാക്കി കൊടുത്തൊരു നേട്ടമാണ്. അതെ അതെ. അപ്പോൾ അദ്ദേഹം ഇന്നിപ്പോൾ VD സതീശനെ വെല്ലുവിളിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അതല്ല, കെ മുരളീധരനായിരുന്നു അവിടുത്തെ ഫാക്ടർ. BJPയെ പരാജയപ്പെടുത്തിയ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കെ മുരളീധരനായിരുന്നു. അതിൽ അദ്ദേഹം ഇന്ന് മനസ്താപമുണ്ടോ എന്ന് തോന്നിപ്പോകുന്നു. കാരണം അതിന് അദ്ദേഹം പ്രായച്ചിത്തം ചെയ്തിരിക്കുന്നു. അതാരും മനസ്സിലാക്കിയിട്ടില്ല. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തിരുവനന്തപുരത്തിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നു. തിരുവനന്തപുരത്ത് നഗരസഭയുടെ ചുമതല ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് തിരുവനന്തപുരം നഗരസഭ കോൺഗ്രസ് അല്ലെങ്കിൽ UDF പിടിച്ചെടുക്കാൻ പോകുന്നു, അതിനു വേണ്ടിയിട്ട് ഞങ്ങളിതാ പ്രവർത്തിക്കാൻ പോകുന്നു. മുൻ MLA ആയിരുന്ന ശബരിനാഥനെ അദ്ദേഹം കൗൺസിലറാക്കി. അതിനുശേഷം അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് പ്രദക്ഷിണമൊക്കെ നടത്തുന്നത് നമ്മൾ കണ്ടു. പക്ഷെ പിന്നീട് കെ മുരളീധരൻ നമ്മൾ കണ്ടില്ല. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയില്ല. കാരണം അവിടുത്തെ പൾസ്, തിരുവനന്തപുരത്തെ പൾസ് എന്താണ് എന്ന് എല്ലാവർക്കും പിടികിട്ടിയ ഒരു സമയമായിരുന്നു. പക്ഷേ കെ മുരളീധരൻ BJP നിയമത്തെ അക്കൗണ്ട് പൂട്ടിച്ചതിന് പ്രായച്ചിത്തമായിട്ട് BJPക്ക് നഗരസഭ നേടിക്കൊടുത്തു എന്ന് പറയേണ്ടി വരും. കാരണം ഒരു പരിധിവരെ തിരുവനന്തപുരത്ത് BJP തരംഗമുണ്ടായിരുന്നു എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ മുൻകാലങ്ങളിൽ BJPയെ പരാജയപ്പെടുത്തിക്കൊണ്ടിരുന്നത് UDFൻ്റെയും LDFൻ്റെയും ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് മൂലം ഉണ്ടാകുന്ന ഒരു നമ്പർ ഗെയിമായിരുന്നു. ആ ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കുന്ന വോട്ട് ബാങ്കാണ്, ക്രോസ് വോട്ടിംഗ് ആണ് BJPയെ കഴിഞ്ഞ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് തറപറ്റിച്ചത്. ആ ഒരു ക്രോസ് വോട്ടിംഗ് ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും UDFന് കിട്ടേണ്ട അല്ലെങ്കിൽ കോൺഗ്രസിന് കിട്ടേണ്ട വോട്ടുകൾ തിരിച്ചു പിടിക്കുകയും ചെയ്തതിൽ കെ മുരളീധരന് വലിയൊരു പങ്ക്. അല്ല കുമാർ, ഇപ്പോൾ എൻ്റെ ഇടയിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം നിയമസഭാ ഇലക്ഷൻ്റെ കാര്യമാണ് സംസാരിക്കുന്നതിൽ കൂടിയും ഈ തരത്തിലുള്ള ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ചില മലക്കം മറിച്ചിലുകൾ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ രീതിയിലുള്ള ഒരു ചലനം ഉണ്ടാക്കില്ല. കാര്യം നമുക്കറിയാം BJP എല്ലാ കാലവും ഈ തിരുവനന്തപുരം നഗരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ BJP ലോക്സഭയിൽ വലിയ നേട്ടം ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഈ കോസ്റ്റൽ ബെൽറ്റ് എണ്ണി തുടങ്ങുമ്പോഴാണ് BJPയുടെ അക്കം മാറുന്നത്. അവിടെയാണ് UDFന് ഒരു കൃത്യമായ മേൽക്കോയ്മ കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഈ നമ്മൾ ഇതിൻ്റെ കാര്യത്തിൽ സൂചിപ്പിച്ചതുപോലുള്ള ചില മനം മാറ്റം ഉണ്ടാകുമ്പോൾ ഈ ലോക്സഭയും BJPക്ക് അനുകൂലമാകും എന്ന് തന്നെയല്ലേ നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുക? അല്ല, നമ്മുടെ കെ മുരളീധരൻ BJPയിലേക്ക് വന്നതുകൊണ്ട് മുഴുവൻ കോസ്റ്റൽ ബെൽറ്റും BJPക്ക് അനുകൂലമായി ചിന്തിക്കും, ആ വോട്ടിംഗ് പാറ്റേൺ മാറും എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ അതൊക്കെ എന്താണ് ഇൻ ദ ലോങ് റണ്ണിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ നേതൃസ്ഥാനത്തേക്ക് ഇങ്ങനെ ഒരു നേതാവ്, UDFൻ്റെ ഒരു നേതാവ് BJPയിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ നേതാവ്, മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ്റെ മകൾ നേരത്തെ തന്നെ BJPയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ മകനും കൂടി വന്നു എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അത് പെട്ടെന്ന് ഫലം ചെയ്തില്ല എങ്കിൽ കൂടി അത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, നിയമത്തെ അക്കൗണ്ട് പൂട്ടിച്ചതിൽ ഇപ്പോൾ പ്രായച്ചിത്തം കെ മുരളീധരൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിയിൽ അതൃപ്തി ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിനോട് ചേർത്ത് വെച്ച് പറയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അതിന് ആധാരം. അതായത് അതിൽ പറയുന്നതനുസരിച്ച് ഇപ്പോൾ ഈ കോൺഗ്രസ് ഇപ്പോൾ ഏറെക്കുറെ അടുത്ത ഭരണം ഒരുപക്ഷെ UDFന് പോയേക്കും എന്നുള്ള ഒരു ശ്രുതി കരക്കമ്പി ഇവിടെ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കൂടിയും ഈ UDFിലെ നേതാക്കൾ ആരും തന്നെ ഒട്ടും തൃപ്തരല്ല. കാര്യം ഈ മുഖ്യമന്ത്രി കസേര എന്നുള്ളത് എല്ലാവർക്കും ഒരു തീണ്ടാപ്പാടകലെ നിൽക്കുന്ന ഒരു വലിയ പദവിയായി മാറിയിട്ടുണ്ട്. മാത്രമല്ല NSSൻ്റെയും SNDPയുടെയും ഒക്കെ ഈ സമീപകാലത്തുള്ള ചില സമീപനങ്ങൾ, അതുമാത്രമല്ല ഈ പറഞ്ഞതുപോലെ വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടാണ്. എല്ലാവരും മുഖ്യമന്ത്രിയാകാൻ ഷർട്ടും തെച്ച് ഖദറ് മുക്കിപ്പിഴിഞ്ഞ് അലക്കിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വിചാരിച്ചവർക്ക് ഇപ്പോൾ മുഖ്യമന്ത്രിയാകാൻ ഒരാൾക്കേ പറ്റുള്ളൂ, പക്ഷേ മന്ത്രിമാരാകാനെങ്കിലും പറ്റുമോ എന്നുള്ള സംശയമുണ്ട്. മാത്രമല്ല UDFിൽ ഈ പല നേതാക്കൾക്കുമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു അല്ലേ? രാഹുൽ മാങ്കൂട്ടം എഫക്റ്റ് ഒക്കെ വന്നതിന് ശേഷം ഈ ആർക്കും കയറി മേയാനുള്ള ഒരു ഇടമാണ് UDF എന്നുള്ള രീതിയിൽ മാറിയിരിക്കുന്നു. ഈ പ്രഷർ ഗ്രൂപ്പുകൾക്ക് കോൺഗ്രസിൽ വലിയ പ്രാധാന്യം ലഭിക്കുന്നു. പ്രഷർ ഗ്രൂപ്പുകൾ, ഇന്നലെ വന്ന നേതാക്കന്മാർ പോലും പ്രഷർ ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കുന്നു. കാരണം പാലക്കാട് മത്സരിപ്പിക്കാനിരുന്നത് കെ മുരളീധരനായിരുന്നു. പാലക്കാട് ബൈ ഇലക്ഷനിൽ കെ മുരളീധരൻ വേണമെന്ന് അവിടുത്തെ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നതാണ്. പക്ഷേ ഷാഫി പറമ്പലിന്റെ പ്രഷർ പൊളിറ്റിക്സ് അതാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവിടെ കൊണ്ടുവന്നതും വിജയിപ്പിച്ചതുമെല്ലാം. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നിപ്പോ ഈ
കേരളത്തിലെ ഈ പവർ പൊളിറ്റിക്സിന്റെ പ്ലേയിൽ ആരും അവശ്യ ഘടകമല്ലാതായി മാറിയിരിക്കുന്നു. പണ്ട് ഒരു ഇലക്ഷന് ഇന്ന കാൻഡിഡേറ്റ്, ആ കാൻഡിഡേറ്റ് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ മണ്ഡലം പിടിക്കാനാകൂ എന്നുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അങ്ങനെ ഒരു മുതിർന്ന നേതാവ് തന്നെ മണ്ഡലത്തിൽ വേണമെന്നില്ല. വളർന്നു വരുന്ന ഒരു അണി അല്ലെങ്കിൽ വളർന്നു വരുന്ന ഒരു യുവ നേതാവിനെ കൊണ്ട് നിർത്തിയാലും വേറെ ടാറ്റിക്സിലൂടെ അത് എങ്ങനെ പാർട്ടി പിടിക്കും എന്നുള്ള ഒരു രീതിയൊക്കെ വന്നപ്പോൾ ഈ മുതിർന്ന നേതാക്കൾക്ക് പാർട്ടിയിലുള്ള വിശ്വാസം എവിടെ വെച്ചോ നഷ്ടമായിരിക്കുന്നു. അതെ, ഈ പ്രഷർ പൊളിറ്റിക്സിലേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് കെ മുരളീധരനെ പോലെയുള്ള നേതാക്കന്മാർക്ക്. അദ്ദേഹത്തിന്റെ ഒരു ജനപിന്തുണ, അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ ഭാവി, ഇതിലെല്ലാം വിശ്വസിക്കുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തിന് വേണ്ടി വാദിക്കാനൊന്നും ഒരുപക്ഷെ കേരളത്തെ സംസ്ഥാന കോൺഗ്രസിലോ അല്ലെങ്കിൽ ദേശീയ കോൺഗ്രസിലോ ഏതെങ്കിലും സമുന്നതനായ നേതാവ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന് വേണ്ടി എന്നും വാദിച്ചിട്ടുള്ളത് സ്വന്തം പിതാവ് മാത്രമേ ഉള്ളൂ. അതെ, അതുകൊണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ UDF അധികാരത്തിൽ വന്നാൽ പോലും കെ മുരളീധരൻ അവഗണിക്കപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ തന്നേക്കാൾ ജൂനിയർ ആയിട്ടുള്ള പല നേതാക്കന്മാരും ഇനിയിപ്പോൾ മന്ത്രിസഭയിൽ സ്ഥാനം പിടിക്കുമ്പോൾ കെ മുരളീധരൻ ഒരു MLA മാത്രമായി ഇരിക്കേണ്ടുന്ന സാഹചര്യം വരുമോ എന്ന ഭയമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെതായ ചില ഡിമാൻഡുകൾ ഉണ്ടാകാം. ആ ഡിമാൻഡ് പാർട്ടി അംഗീകരിച്ചില്ല എങ്കിൽ തീർച്ചയായും അദ്ദേഹം പാർട്ടി മാറുന്നതിനെക്കുറിച്ച് ആലോചിക്കും. അങ്ങനെ പാർട്ടി മാറുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് BJPയിലേക്കായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആ ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ ഇങ്ങനെ വിലയിരുത്താൻ കാരണം അദ്ദേഹം അതൃപ്തനാണ്. അദ്ദേഹം മത്സരിക്കാൻ പറ്റിയ മൂഡിലല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ അതൃപ്തി അദ്ദേഹം പ്രകടമാക്കുകയാണ്. അദ്ദേഹം തീർച്ചയായും അങ്ങനെ ഒരു തീരുമാനം എടുത്തേക്കാം എന്നൊരു പൊതുവെ ഒരു വിലയിരുത്തൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ. എന്തായാലും കെ മുരളീധരൻ BJPയിലേക്ക് വന്നാലും വന്നില്ലെങ്കിലും കുറേയേറെ നേതാക്കൾ LDFിൽ നിന്നും UDFിൽ നിന്നും BJPയിലേക്ക് വരാനുള്ള തീരുമാനം അവരെടുത്തു കഴിഞ്ഞു മനസ്സുകൊണ്ട്. അതിനി ഈ ഇലക്ഷൻ അടുത്തിരിക്കുന്ന സമയത്ത് മുന്നോട്ട് പോകെ ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ ഒരുപാട് കൂടുമാറ്റങ്ങളുടെ കാലമായിരിക്കും. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.